കഴിഞ്ഞ ഇലക്ഷനിൽ വാഴൂർ സോമനെതിരെ മത്സരിച്ച UDF സ്ഥാനാർത്ഥി സിറിയക് തോമസ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സിറിയക് തോമസ്, അപ്രതീക്ഷിതമായൊരു വിയോഗ വാർത്ത, നേരത്തെ പി പ്രസാദൊക്കെ സൂചിപ്പിച്ചതുപോലെ വലിയ വേദനയും ഞെട്ടലും ഉണ്ടാക്കുന്ന ഒരു മരണവാർത്ത നമ്മളെ തേടിയെത്തുകയാണ്. വാഴൂർ സോമന്റെ ഈ അപ്രതീക്ഷിതമായ വിയോഗത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്, എങ്ങനെ അനുസ്മരിക്കുന്നു? തികച്ചും അപ്രതീക്ഷിതമായ ഒരു വാർത്തയാണ് അദ്ദേഹത്തിന്റെ മരണത്തെ സംബന്ധിച്ചുണ്ടായത്. വളരെയധികം വേദനയാണ് അക്കാര്യത്തിലുള്ളത്. അദ്ദേഹം ട്രേഡ് യൂണിയൻ രംഗത്ത് പീരുമേട് താലൂക്കിലും പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലുമൊക്കെ വലിയ അതികായകനായി പ്രവർത്തിച്ച ഒരാളാണ്. സാധാരണക്കാരുടെ ഇടയിൽ സാധാരണക്കാർക്ക് വേണ്ടി വളരെയധികം പോരാടിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിന് ഞാനും ആയിട്ട് നല്ലൊരു സുഹൃത്ത് ബന്ധം തന്നെയാണ്. ഞങ്ങൾ ഒരുമിച്ച് മത്സരിച്ചു എന്നുള്ളത് ശരിയാണ്. എൻ്റെ പിതാവിൻ്റെ ഓടൊപ്പം പ്രവർത്തിച്ച കഥകളുമൊക്കെ അദ്ദേഹം പലപ്പോഴും ഞങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയാറുണ്ട്. തീർച്ചയായിട്ടും പീരുമേട്ടില് എല്ലാ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരോടും ഒക്കെ ആയിട്ട് നല്ല സൗഹൃദം പുലർത്തിയിരുന്ന ഒരു നേതാവാണ്. അതുപോലെ തന്നെ ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു അദ്ദേഹം. സാധാരണക്കാരുടെ പ്രശ്നങ്ങളിലൊക്കെ എപ്പോഴും ഇടപെടുന്ന ഒരു നേതാവായിരുന്നു. വളരെയധികം സങ്കടമുണ്ട് അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ. അപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് വാർത്ത കേൾക്കാനിടയായത്. എനിക്ക് അതീവ ദുഃഖമുണ്ട് ഈ വാർത്ത കേട്ടത്. ഞാൻ എൻ്റെ എല്ലാ അനുശോചനവും അറിയിക്കുന്നു. ഓക്കെ, നന്ദി ശ്രീ സിറിയക് തോമസ് പ്രതികരിച്ചതിന്. എന്തായാലും അല്പസമയം മുമ്പാണ് CPI നേതാവും പീരുമേട് MLA വാഴൂർ സോമന്റെ അപ്രതീക്ഷിതമായ വിയോഗ വാർത്ത നമ്മളെ തേടിയെത്തിയത്. 72 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. തിരുവനന്തപുരത്ത് റവന്യൂ വകുപ്പിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെയാണ് അദ്ദേഹം കുഴഞ്ഞു വീണത്. വേഗത്തിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല.